KSFE ചേലക്കര ബ്രാഞ്ചിൽ നിന്നും ഒരു നറുക്ക് 3 ലേലവുമായി ഉടൻ ആരംഭിക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ 20,000 ഇൻറ്റു 50 മാസം 10 ലക്ഷം രൂപ, 9,50,000 രൂപ നറുക്ക് പ്രൈസും, 30% ലേലക്കിഴിവിൽ 7 ലക്ഷവും 30% ലേലക്കിഴിവിൽ രണ്ടാമത്തെ മാസം മുതൽ 16,250 രൂപ തവണ സംഖ്യയുമായിരിക്കും. കൂടാതെ KSFE എംപവർ ചിറ്റ്സിൽ മെഗാ ബമ്പർ സമ്മാനമായി 1.5 കോടിയുടെ വിലയും ലഭിക്കുന്നു. 200ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ മേഖലാതല സമ്മാനമായും ശാഖാതലത്തിൽ 10-ഒരാൾക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കുന്നു. ഗൃഹനിർമ്മാണം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കിനി ലോണുകളുടെ അമിത പലിശ ഭാരമില്ലാതെ മുൻകൂട്ടി ചേരാൻ സാധ്യമായ ചിട്ടികൾ, ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും സൗജന്യ ഡോർ കളക്ഷൻ സൗകര്യവുമുണ്ട്. KSFE ചേലക്കര. ഫോൺ 0488425245 9037597176. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അനധികൃത നിയമങ്ങൾക്കും അഴിമതിക്കുമെതിരെ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിൽ UDF 102 സീറ്റുകളുമായി അധികാരത്തിലെത്തിയ വിവരം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണപക്ഷക്കാരും ചെറുതുരുത്തി പോലീസും കലാമണ്ഡലം ഭരണകർത്താക്കളും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുവെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനകത്തുള്ള വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലുള്ള ടെൻഡർ നടപടികളും സ്വീകരിക്കാതെ അതിഭീകരമായ വിധം അഴിമതി നടത്തി. ആ അഴിമതിയുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് പുതിയ നിയമനങ്ങൾക്ക് ഈ പ്രസിഡന്റ് അടക്കമുള്ളവർ ചുക്കാൻ പിടിക്കുന്നത്. ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇവിടെ UDF കടന്നു വന്നിരിക്കുകയാണ്. UDFന് ഇവിടെ മെമ്പർമാരുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ UDFന് കഴിയും. നമുക്കറിയാം, ചെറുതുരുത്തി പറഞ്ഞ മേഖലയ്ക്ക് മാത്രം കേരളത്തിലെ ഭരണമാറ്റം തീരെ അറിയാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അത് കലാമണ്ഡലമാണെങ്കിലും ചെറുതുരുത്തിയിലെ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഈ ഭരണമാറ്റത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അവരോടൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്, 102 സീറ്റുമായിട്ട് ഐക്യജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പോലീസ് സ്റ്റേഷനും പോലീസുകാരും, പ്രിയപ്പെട്ട കലാമണ്ഡലത്തിലുള്ളവരും, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിനകത്തുള്ളവരുമൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം വേണം. അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുമായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ ലോഡ്ജിനകത്ത് നിങ്ങൾ കയറ്റിയിരിക്കുന്ന ആരൊക്കെയെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂർ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞിട്ട് കൊടുക്കുന്ന, അതിനുവേണ്ടി ഈ ചെറുതുരുത്തിയിലെ ആളുകൾ നികുതി കൊടുക്കുന്ന ആ പണം എടുത്തു കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് കുറച്ചു കാലം സുഭിക്ഷമായിട്ട് കഴിയാം എന്ന് നിങ്ങൾ കണക്കൂട്ട്. ചെറുതുരുത്തിയിലെ ഷിലോഡ്ജിലേക്ക് നടന്ന നിയമനങ്ങളും ഗ്രാമപഞ്ചായത്തിൽ യാതൊരു യോഗ്യതയുമില്ലാതെ വീടുകൾ ഉൾപ്പെടെ നൽകി നടത്തിയ അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളടക്കം 100 കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടന മാർച്ച് ചെറുതുരുത്തി ചുങ്കത്ത് നിന്നാണ് ആരംഭിച്ചത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചെറുതുരുത്തി പോലീസ് മാർച്ച് തടഞ്ഞു. ഇതിനു പിന്നാലെ നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ അധ്യക്ഷത വഹിച്ചു. തുടങ്ങി 3-4 ഒഴിവുകളിലേക്ക് താൽക്കാലികക്കാരെ തിരികെ കയറ്റി യോഗ്യരായവർ പുറത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എല്ലാവരും ഒരേ മാതിരിയാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. എന്നാൽ ഈ നിയമനങ്ങളിൽ പഞ്ചായത്ത് ജനസേവനമല്ല മാതൃകയാക്കുന്നത്, പാർട്ടിക്കാരെ തിരികെ കയറ്റി പാർട്ടി സേവനമാണ് ഇവിടെ നടത്തുന്നത്. സ്വന്തം പാർട്ടി അടിമകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. RSP തൃശൂർ ജില്ലാ സെക്രട്ടറി VP പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. CMP മണ്ഡലം സെക്രട്ടറി ദേവൻ മണ്ണഴി, UDF നേതാക്കളായ CKM അഷ്റഫ്, PT തമ്പിമണി, PA അബ്ദുൽ ജബ്ബാർ, K മോഹൻദാസ്, PC ബാബു, KM ഷാജി, മനോജ് തൈക്കാട്ട്, KM മുഹമ്മദ്, VM ഷഹീർ, ബീന രവി, ആരിഫ ഷംസുദ്ദീൻ, PA അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. നഗരപഞ്ചായത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വരുന്ന ഓരോ പ്രവർത്തനങ്ങളും സ്വന്തം പാർട്ടിക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന ഇന്റർവ്യൂവിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. പക്ഷേ അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം
പാർട്ടിക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് ഈ ജനാധിപത്യ രാഷ്ട്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അർഹരെ മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബക്കാർക്കും സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും ഇവിടെ നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ഭരണം മാറി എന്ന വിവരം ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിന്റെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരം വഹിക്കുന്നത്. പിണറായി വിജയന്റെ കാലം കഴിഞ്ഞുപോയി എന്ന് ഉദ്യോഗസ്ഥർ ഓർക്കണം. ഓർത്താൽ അവർക്ക് നന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ പോരാട്ടങ്ങളുടെ വീതിയിൽ സമരങ്ങൾ സത്യവും ന്യായവുമായി നടക്കുമ്പോൾ CPM-കാരന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് ഈ സ്ഥാപനത്തിൽ. ഞങ്ങൾ ചോദിക്കും, നിയമനങ്ങൾ റദ്ദാക്കണം. പകുതി പേരെങ്കിലും ഞങ്ങളുടെ ആളുകളെ ഇവിടെ ഈ ഉദ്യോഗാർത്ഥികളിൽ പങ്കെടുപ്പിക്കണം. അല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ കോടതിയിൽ സ്വകാര്യ ന്യായം. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ TB മൊയ്തീൻകുട്ടി സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷദ് നന്ദിയും പറഞ്ഞു. ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക.